ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യെശയ്യാ 43:25 കേൾക്കൂ. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. ഈ വചനങ്ങൾ നൽകുന്ന വാഗ്ദത്തം, നമ്മുടെ അതിക്രമങ്ങൾ അഥവാ പാപങ്ങൾ സ്നേഹവാനായ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടാൽ ദൈവം അത് ഓർക്കുകയില്ല എന്നാണ്. 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: ദൈവം നിന്റെ എല്ലാ അകൃത്യങ്ങളും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. 12-ാം വാക്യത്തിൽ പറയുന്നത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്നാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ടുള്ള ദൂരം അനന്തമായതുപോലെ തൻ്റെ ഭക്തന്മാരോട് കർത്താവിൻ്റെ ക്ഷമയുടെ വിസ്തൃതിയും അനന്തമാണ്. ജെറമിയ 31:34 അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാടായി പറയുന്നു. മീഖ 7:19 പറയുന്നത്, അവിടുന്ന് നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അതിക്രമങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെല്ലാം അവിടുന്ന് സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും എന്നാണ്. സർവജ്ഞാനിയായ എല്ലാം അറിയുന്ന ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ അറിയാം. എന്നാൽ ദൈവം നമ്മുടെ പാപത്തെ നമ്മിൽ നിന്ന് നീക്കുന്നു. ദൈവം നമ്മുടെ പാപം നമ്മുടെ നേരെ കരുതി വയ്ക്കുന്നില്ല. അവിടുത്തെ കാരുണ്യത്താൽ നമ്മുടെ പാപത്തിനനുസരിച്ച് നമുക്കെതിരെ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെയാണ് ദൈവം നമ്മോട് പെരുമാറുന്നത്. യെഹെസ്കേൽ 18:21-22 കേൾക്കൂ. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നും അവന് കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. എന്തൊരു വാഗ്ദത്തമാണിതെന്ന് നോക്കൂ. നമ്മുടെ പാപങ്ങളെ ഇനി ഒരിക്കലും ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു പങ്ക് വഹിക്കുകയോ സ്വാധീനം ചെലുത്തുകയോ ഇല്ല. ഇതെല്ലാം പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങൾ. പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയായി പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ രക്തം ചൊരിയപ്പെട്ടിരിക്കുന്നു. മത്തായി 26:28 കേൾക്കൂ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. മത്തായി 6:14-15 പറയുന്നത്, നാം മറ്റുള്ളവർ നമ്മോട് ചെയ്ത പാപങ്ങൾ ക്ഷമിച്ച് നാം നമ്മുടെ പാപങ്ങളിൽ മനസാന്തരപ്പെട്ടാൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് തന്നെയാണ്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിലും അതുണ്ടല്ലോ. പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥ യേശു ക്രിസ്തുവിൻ്റെ ചൊരിയപ്പെട്ട രക്തനിമിത്തം നമ്മുടെ എല്ലാ പാപങ്ങളുടെയും മോചനമാണ്. എബ്രായർ 8:12 പറയുന്നത് കേൾക്കൂ. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെ ഓർക്കുകയുമില്ല എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് പറഞ്ഞ് പുതിയ ഉടമ്പടിയെ ഉറപ്പിക്കുന്നതായി കാണുന്നു. ദൈവം പാപങ്ങൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുന്നു. ദൈവം പാപങ്ങൾ ക്ഷമിച്ചിട്ട് നിത്യത മുഴുവൻ അത് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ദൈവം പറയുന്നു, അവരുടെ പാപങ്ങൾ ഞാൻ ഇനി ഓർക്കുകയില്ല. അതായത് ഒരിക്കലും തിന്മയെ നോക്കാൻ കഴിയാത്ത പരിശുദ്ധനായ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ സന്തോഷത്തോടെ നമ്മെ നോക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. അതറിയുന്നത് അതിശയകരമാണ്. നിത്യരാജ്യത്തിൽ നമ്മെ തള്ളിക്കളയാനുള്ള കാരണമായി ഒരിക്കലും പാപങ്ങളെ വെക്കില്ല എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇനി നമ്മുടെ ഓർമ്മയിലേക്ക് പഴയ കാല പാപങ്ങൾ വരാം. അത് കൊണ്ടുവരുന്നത് പിശാചും നാമും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമാണ്. നാം ഇപ്പോഴും യേശുവിനോടൊപ്പം കുരിശിലേറ്റിയ വ്യക്തിയെ നല്ല കള്ളൻ എന്നല്ലേ വിളിക്കുന്നത്? എല്ലാം ക്ഷമിച്ച് പാപത്തെ ഓർക്കാത്ത യേശു അങ്ങനെ വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. ദാവീദ് 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് കേൾക്കൂ. 32:1-2 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ പാപം കണക്കാക്കാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ.
ആ സങ്കീർത്തനം വായിച്ച്. ദാവീദ് ദൈവത്തോട് എങ്ങനെയാണ് പാപങ്ങൾ ഏറ്റുപറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. ആ ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.